ഹായ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മെലാസ്മ അഥവാ കരിമാങ്കല്യത്തിനെ പറ്റിയിട്ടാണ്. അതിനു മുന്നേ എന്നെ ആദ്യമായിട്ടാണ് കാണുന്നത്. ഞാൻ ലക്ഷ്മി കൃഷ്ണ, ഒരു സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ എന്തൂസിയാസ്റ്റ് ആണ്. സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചാനൽ കയറി നോക്കിയാൽ അവിടെ നിങ്ങൾക്ക് പറ്റിയ വീഡിയോ കാണും. അഥവാ ഇല്ലെങ്കിൽ കമന്റ് ബോക്സിൽ പറയാൻ മറക്കണ്ട. അതിന്റെ കൂടെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരെ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനെ പറ്റി ഒന്ന് ആലോചിക്കുക. അപ്പൊ നമുക്ക് ഇതിലോട്ട് കിടക്കാം. മെലാസ്മ അഥവാ കരിമാങ്കല്യം എന്ന് പറയുന്ന സാധനം ഒരുവിധം നമ്മുടെ നാട്ടിലുള്ള ആന്റിമാരുടെ അഥവാ അമ്മമാരുടെ മുഖത്ത് കാണുന്ന ഒരു സാധനമാണ്. ഇത് ഒരു 30 എബോവ് ഉള്ള സ്ത്രീകൾക്കാണ് കൂടുതലായിട്ടും വരുന്നത്. പക്ഷെ ആണുങ്ങൾക്കും വരാനുള്ള ചാൻസ് ഉണ്ട്. ഇത് എന്തുകൊണ്ട് വരുന്നു എന്ന് വെച്ചാൽ സൺ ഡാമേജ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതുപോലെ തന്നെ പാരമ്പര്യം, പിന്നെ ഹോർമോണൽ ചേഞ്ചസ് കൊണ്ട് നമുക്കിത് വരാം. പിന്നെ നിങ്ങൾ എന്തെങ്കിലും മെഡിക്കേഷൻസ് കഴിക്കുന്നുണ്ടെങ്കിൽ അത് കാരണം നമുക്ക് മെലാസ്മ വരാനുള്ള ചാൻസ് ഉണ്ട്. ഇനി എന്താണ് മെലാസ്മ എന്ന് വെച്ചാൽ നമ്മുടെ മുഖത്ത് വരുന്ന ആ ഒരു ബ്രൗൺ അല്ലെങ്കിൽ ഗ്രേഷ് ബ്രൗൺ പാച്ച് ഇല്ലേ, അതിനെയാണ് നമ്മൾ മെലാസ്മ അഥവാ കരിമാങ്കല്യം എന്ന് പറയുന്നത്. ഇത് നോർമലായിട്ട് സിമ്മട്രിക്കൽ ടൈപ്പിലായിരിക്കും വരുന്നത്. അതായത് നമ്മുടെ മുഖത്ത് ഒരുപോലെ ആയിരിക്കും ഇത് കാണുന്നുണ്ടാവുക. നമ്മുടെ കവിളില്, അതുപോലെ തന്നെ മൂക്കില്, മൂക്കിന്റെ ബ്രിഡ്ജില്, നെറ്റിയില്, താടിയുടെ താഴെ ഇവിടെയൊക്കെയാണ് കൂടുതലായിട്ടും ഈ ഒരു മെലാസ്മ നമ്മൾ കാണുന്നത്. നമ്മുടെ മെലാനിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന മെലാനോസൈറ്റ്സ് ഹൈപ്പർ ആക്റ്റീവ് ആകുമ്പോഴാണ് നമുക്ക് മെലാസ്മ വരുന്നത്. ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ ഹോർമോണൽ ചേഞ്ചസ്, അതുപോലെ തന്നെ സൺ ഡാമേജ്, അതുപോലെ പാരമ്പര്യമായിട്ടുള്ള കണ്ടീഷൻസ്, അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന മെഡിക്കേഷൻസ് ഒക്കെ നമ്മുടെ ബോഡിയെ ഒരുപോലെ തന്നെ എന്താ പറയുന്നത്, ഒരുപോലെ തന്നെ അഫക്റ്റ് ചെയ്യും നമുക്കറിയാലോ. അപ്പൊ ഇതൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മുടെ സ്കിന്നിൽ കളർ പ്രൊഡ്യൂസ് ചെയ്യുന്ന സെല്ലായ മെലാനോസൈറ്റ്സ് ആക്റ്റീവ് ആവും. അതിനൊരു എന്താ പറയുക, ഒരു സിഗ്നൽ എത്തും. ഓക്കെ, ഇങ്ങനെ പ്രശ്നം വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സൺ ഡാമേജ് ഉണ്ടായിട്ടുണ്ട്, അതല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഹോർമോണൽ ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ തൈറോയിഡ് ഉള്ള ആൾക്കാർക്ക് പോലും ചില സമയത്ത് മെലാസ്മ വരാറുണ്ട്. അല്ലെങ്കിൽ ഇങ്ങനെ ഓറൽ കോൺട്രാസെപ്റ്റീവ് കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഹോർമോണൽ തെറാപ്പീസ് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഇത് ചില ആൾക്കാർക്ക് ട്രിഗറിങ് ഫാക്ടർ. ഈ ഒരു സാധനങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ മെലാനോസൈറ്റിന് ഒരു സിഗ്നൽ ഇടും, ഇവരിത് ചെയ്യുന്നുണ്ട്, പെട്ടെന്ന് നിങ്ങൾ മെലാനോസൈറ്റിന് പണി തുടങ്ങിക്കോളാൻ പറയും. അപ്പൊ ഈ മെലാനോസൈറ്റ്സ് എന്ത് ചെയ്യും, ഒരുപാട് മെലാനിൻ പ്രൊഡക്ഷൻ നടത്തും. ഈ മെലാനിൻ നമ്മുടെ സ്കിന്നിലോട്ട് എത്തുകയും അത് അവിടെ ഹൈപ്പർ പിഗ്മെന്റേഷൻ ആയിട്ട് മാറുകയും ചെയ്യും. ഈ ഹൈപ്പർ പിഗ്മെന്റേഷൻ നമ്മൾ പ്രോപ്പർ ആയിട്ട് ട്രീറ്റ് ചെയ്യാത്തതുകൊണ്ടും ഓൾറെഡി സൺ കാരണമാണ് നമുക്ക് മെലാസ്മ വരുന്നത്. അതുകൂടാതെ തന്നെ കൂടുതൽ സൺറൈസ് അടിക്കുമ്പോൾ ഇതിന് ഇന്റൻസിറ്റി കൂടി വരികയും ചെയ്യും. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു മെലാസ്മ കൂടുതലായിട്ട് നമ്മുടെ മുഖത്ത് വരുന്നത്. ചില ആൾക്കാർക്ക് ഒരു കാര്യം ചെയ്യാതെ തന്നെ മെലാസ്മ മാറുകയും ചെയ്യും. അതെന്തുകൊണ്ടാന്ന് പറഞ്ഞു തരട്ടെ. അതിന് മെയിൻ ആയിട്ടുള്ള റീസൺ എന്ന് വെച്ചാൽ ഹോർമോണൽ റിലേറ്റ് ചെയ്തിട്ടുള്ള മെലാസ്മയാണ് വരുന്നതെങ്കിൽ ആ ഒരു ഹോർമോണൽ ഷിഫ്റ്റ് അല്ലെങ്കിൽ ചേഞ്ചസ് നമ്മുടെ ബോഡിയിൽ കഴിയുമ്പോഴത്തേക്ക് മെലാനോസൈറ്റ്സ് പ്രൊഡക്ഷൻ നിർത്തും. അപ്പോഴത്തേക്കും മെലാനിൻ ഓൾറെഡി ഉണ്ടായ മെലാസ്മയില്ലേ, അതിങ്ങനെ അവിടെ നിൽക്കുകയും ചെയ്യും. ബാക്കി പിന്നെ പ്രൊഡക്ഷൻ നടക്കുന്നില്ല. അപ്പൊ ഇന്റൻസിറ്റി പതുക്കെ കുറഞ്ഞിട്ട് നമ്മുടെ സ്കിൻ പ്രോപ്പറായിട്ട് സ്കിൻ സൈക്ലിംഗ് ഉള്ള ആൾക്കാർക്ക്, അതായത് ഡെഡ് സ്കിൻ പ്രോപ്പറായിട്ട് റിമൂവ് ചെയ്ത് പോകുന്ന ആൾക്കാർക്കാണെങ്കിൽ മെലാനിൻ പ്രൊഡക്ഷൻ നിന്ന് അതുപോലെ സ്കിന്നിന്റെ ഒരു ലെയറിൽ കുറച്ച് ലെയേഴ്സിൽ മാത്രമേ ഈ ഒരു മെലാനിൻ ഉള്ളൂ, ഒരു സ്കിൻ ലെയർ മാത്രമേ ഈ ഒരു പിഗ്മെന്റേഷൻ ഉള്ളൂ. നമ്മുടെ സ്കിൻ ഇങ്ങനെ ഡെഡ് സ്കിൻ റിമൂവ് ആയി പോകുമ്പോൾ നമ്മുടെ മെലാസ്മയും കൂടെ പോകും. അതുകൊണ്ടാണ് കുറച്ചു കാലം കഴിയുമ്പോഴത്തേക്ക് ഒരു ട്രീറ്റ്മെന്റും എടുക്കാത്ത ആൾക്കാർക്ക് പോലും മെലാസ്മ മാറുന്നത്. പക്ഷെ അതിന് നമ്മുടെ സ്കിൻ നല്ല രീതിയിൽ ഇരിക്കണം. അതായത് സ്കിൻ നല്ല പ്രോപ്പറായിട്ട് സ്കിൻ ബാരിയർ നന്നായിട്ട് ഇരിക്കണം, നമ്മൾ പ്രോപ്പറായിട്ട് സൺ പ്രൊട്ടക്ഷൻ നമ്മുടെ സ്കിന്നിന് കൊടുക്കണം. അങ്ങനെയൊക്കെ ആണെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു പ്രോസസ് നടക്കൂ. ഇതൊന്നും ഇല്ലാണ്ട് നമ്മൾ ഒരു സ്കിൻ കെയറും ചെയ്യാണ്ട്, അല്ലെങ്കിൽ നമ്മൾ നാച്ചുറൽ ആയിട്ട് പോയി ഒരു സ്കിൻ പ്രൊട്ടക്ഷനും കൊടുക്കാതെ വെയിലത്തൊക്കെ ഇറങ്ങി നിന്നിട്ട് നമുക്ക് മെലാസ്മ മാറണമെന്ന് പറഞ്ഞാൽ ഒരിക്കലും മാറാനായിട്ട് പോണില്ല. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവും എന്താണോ നമ്മുടെ ട്രിഗറിങ് ഫാക്ടർ, എന്തുകൊണ്ടാണോ നമുക്ക് മെലാസ്മ ഉള്ളത്, അത് അവോയ്ഡ് ചെയ്യാനായിട്ട് നോക്കുക. അത് അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മെലാസ്മ പ്രോപ്പറായിട്ട് മാറ്റിയെടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. നിങ്ങൾക്ക് ചൂടോ സൺ ഡാമേജോ അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹോർമോണൽ ഷിഫ്റ്റ് കൊണ്ടോ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് മെലാസ്മ വരുന്നതെന്ന് നോക്കുക. എന്നിട്ട് അതിനുള്ള ട്രീറ്റ്മെന്റ് ഫസ്റ്റ് പ്രോപ്പറായിട്ട് എടുക്കുക. എന്നിട്ട് ഞാൻ ഈ പറയുന്ന സ്കിൻ കെയർ റുട്ടീനുകൾ ഫോളോ അപ്പ് ചെയ്താൽ മതി. നമ്മുടെ മുഖത്ത് ഹൈപ്പർ പിഗ്മെന്റേഷൻ വരുമ്പോൾ അത് മാറ്റാനായിട്ട് നമ്മൾ ഒരുപാട് ഇൻഗ്രീഡിയൻസ് സ്കിൻ കെയറിലോട്ട് ആഡ് ചെയ്യും. ഏറ്റവും കൂടുതൽ ആഡ് ചെയ്യുന്ന ഇൻഗ്രീഡിയന്റ് ആണ് കോജിക് ആസിഡ്, ട്രാനെക്സാമിക് ആസിഡ്, ആൽഫ ആർബുറ്റിൻ, അസലിക് ആസിഡ്, അതുപോലെ തന്നെ ഗ്ലൈക്കോളിക് ആസിഡ്. ഇത് വിത്തൗട്ട് പ്രിസ്ക്രിപ്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. വിത്ത് പ്രിസ്ക്രിപ്ഷനിൽ യൂസ് ചെയ്യുന്നതാണ് ഹൈഡ്രോക്വിനോൺ, അതുപോലെ തന്നെ ട്രെറ്റിനോയിൻ. പിന്നെ പിഗ്മെന്റേഷൻ മാറ്റാൻ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് റെറ്റിനോൾ. ഇത്രയും സാധനങ്ങൾ എങ്ങനെ നമ്മുടെ സ്കിൻ കെയർ ആഡ് ചെയ്യാന്ന് ഫസ്റ്റ് നോക്കാം. ഫസ്റ്റ് ഞാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാൻ പോകുന്ന കാര്യം എന്ന് വെച്ചാൽ ഹൈഡ്രോക്വിനോണിനെ പറ്റി, ട്രെറ്റിനോയിനെ പറ്റിയിട്ടാണ്. കാര്യം എന്തെന്ന് വെച്ചാൽ ഒരുപാട് ആൾക്കാർക്കും ഹൈപ്പർ പിഗ്മെന്റേഷൻ അഥവാ മെലാസ്മ അതല്ലെങ്കിൽ സ്കിന്നിന് വരുന്ന മറ്റുള്ള പിഗ്മെന്റേഷൻ മാറ്റാനായിട്ട് ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യുന്ന രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ആണ് ഹൈഡ്രോക്വിനോണും ട്രെറ്റിനോയിനും.
അതിപ്പോൾ നമ്മുടെ വീട്ടിലുള്ള ആർക്കെങ്കിലും അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്ന സർക്കിളിലുള്ള ആർക്കെങ്കിലും പ്രിസ്ക്രൈബ് ചെയ്യുമ്പോൾ അത് നമ്മളും പോയി വാങ്ങി ഉപയോഗിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യും. അല്ലെങ്കിൽ മെഡിക്കൽ സ്റ്റോറിൽ ചെന്നിട്ട് എനിക്ക് ഇങ്ങനെ ഒരു പിഗ്മെന്റേഷൻ ഇത് മാറ്റാനായിട്ട് ഇതിനകത്ത് ഏതെങ്കിലും ഒരു ക്രീം താ, അല്ലെങ്കിൽ ഇത് രണ്ടുള്ള ഒരു ക്രീം താ എന്ന് പറയുമ്പോൾ ആൾക്കാർ തരാറുമുണ്ട്. സംഭവം എന്തെന്ന് വെച്ചാൽ ഇത് ഞാൻ എപ്പോഴും പറയുന്നത് ഇതൊരു പ്രിസ്ക്രിപ്ഷൻ മെഡിക്കേഷൻ ആണ്. ഇത് നമ്മൾ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാണ്ട് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് അറിയത്തില്ല ഇത് എങ്ങനെ യൂസ് ചെയ്യണമെന്ന്. ആ ബോക്സിൽ തന്നെ അവർ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്, യൂസ് അണ്ടർ ഫിസിഷ്യൻസ് ഡിറക്ഷൻസ്. നമ്മൾ അത് നോക്കാതെയാണ് ഈ സാധനം ഡെയിലി 2 നേരം, അല്ലെങ്കിൽ രാവിലെ കുളിക്കുമ്പോൾ, വൈകിട്ട് കുളിക്കുമ്പോഴത്തേക്കും, അല്ലെങ്കിൽ പുറത്ത് പോകുമ്പോഴത്തേക്കും, പുറത്ത് പോയിട്ട് വന്നിട്ടൊക്കെ നമ്മളിങ്ങനെ ഓരോ കുറച്ച് എമൗണ്ട് എടുത്ത് ഫേസിൽ അപ്ലൈ ചെയ്യാനായിട്ട് തുടങ്ങും. ഹൈഡ്രോക്വിനോൺ എന്ന് പറയും നമ്മുടെ പിഗ്മെന്റേഷൻ മാറ്റുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ മെലാനോസൈറ്റ്സിനെ നശിപ്പിച്ചിട്ടാണ് ആ പിഗ്മെന്റേഷൻ മാറ്റുന്നത്. അതായത് ഹൈപ്പർ പിഗ്മെന്റേഷൻ ഉണ്ടാക്കുന്ന സെൽസിനെ നശിപ്പിക്കും. നോർമലി ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷനിൽ ചെയ്യുമ്പോൾ ഇത് എങ്ങനെയാന്ന് വെച്ചാൽ ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള മെലാനോസൈറ്റ്സിനെ നശിക്കാനായിട്ട് എത്ര ദിവസം വേണമെന്ന് അവർക്ക് മനസ്സിലാവും. അവർ അതനുസരിച്ചിട്ടായിരിക്കും പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. നോർമലി 6 month ഡ്യൂറേഷനിലൊക്കെ ആയിരിക്കും അവരിത് യൂസ് ചെയ്ത് നിർത്തിക്കുന്നത്. അതായത് തുടങ്ങുന്നതും നിർത്തുന്നതും 6 മാസത്തിന്റെ ഗ്യാപ്പിലൊക്കെ ചെയ്ത് നിർത്താറുണ്ട്. അത് പിഗ്മെന്റേഷൻ ഇന്റൻസിറ്റി അനുസരിച്ച്. അപ്പൊ അങ്ങനെയൊക്കെ നമ്മൾ നിർത്തും. നോർമലി ആൾക്കാരാണെങ്കിൽ ഇത് ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാണ്ട് യൂസ് ചെയ്യുന്ന ആൾക്കാർ ഇത് അങ്ങനെ നിർത്താറില്ല. അത് കാരണം അവരുടെ ഫേസിലുള്ള പിഗ്മെന്റേഷൻ കൂടുക മാത്രമല്ല, സ്കിൻ ബാരിയർ ഡാമേജ് ആവുകയും സ്കിന്നിൽ ഓവറായിട്ട് ഹെയർ ഗ്രോത്ത് വരികയും അതുപോലെ തന്നെ ഒരുപാട് പിമ്പിൾസ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. മാത്രമല്ല ഹൈഡ്രോക്വിനോൺ ഒരിക്കലും ഒരു പ്രഗ്നൻസി സേഫോ ലാക്ടേറ്റിംഗ് സേഫോ ആയിട്ടുള്ള കാര്യമല്ല. ലോങ് പീരീഡിൽ നമ്മളിത് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ഹോർമോണൽ ബാലൻസ് വരെ ഇത് ഉണ്ടാക്കാനുള്ള ചാൻസ് ഉണ്ട്. അടുത്തതാണ് ട്രെറ്റിനോയിൻ. ഇതും ഒരു ഡോക്ടർ പ്രിസ്ക്രിപ്ഷൻ ഇൻഗ്രീഡിയന്റ് ആണ്. ഇത് ഡയറക്റ്റ് ആയിട്ട് മെലാനോസൈറ്റ്സിൽ പോയി വർക്ക് ചെയ്യുന്നു എന്നല്ല, പക്ഷെ ഇത് നമ്മുടെ സ്കിൻ സൈക്കിൾ ഇൻക്രീസ് ചെയ്യും. അതായത് പെട്ടെന്ന് നമ്മുടെ ഡെഡ് സ്കിന്നെ റിമൂവ് ചെയ്ത് കളയും. അപ്പൊ ടോപ്പ് ലെയറിലെ പിഗ്മെന്റേഷൻ പെട്ടെന്ന് പോകും. അത് കാരണം ട്രെറ്റിനോയിൻ നമുക്ക് പിഗ്മെന്റേഷൻ മാറ്റാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പക്ഷെ ഇതും നമ്മൾ ഡോക്ടറിന്റെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാണ്ട് യൂസ് ചെയ്താൽ സ്കിൻ ബാരിയർ ഡാമേജ് ആവാനായിട്ട് അതുപോലെ തന്നെ സൺബേൺ സ്കിന്നിൽ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ ഇങ്ങനത്തെ 2 ഇൻഗ്രീഡിയന്റ് മെലാസ്മ മാറ്റാനായിട്ട് നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലോ ഉപയോഗിക്കാൻ പാടില്ല. ഇനി ഡോക്ടർ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാണ്ട് മെലാസ്മ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഇൻഗ്രീഡിയൻസ് ആണ് കോജിക് ആസിഡ്. ഞാൻ നേരത്തെ പറഞ്ഞ ട്രാൻസാമിക് ആസിഡ്, അസിലിക് ആസിഡ്, ആൽഫ ആർബിറ്റിൻ, ഗ്ലൈക്കോളിക് ആസിഡ്. പക്ഷെ ഇതിൽ ഏറ്റവും സ്ട്രോങ് ആയിട്ട് വർക്ക് ചെയ്യാൻ പോകുന്ന ഇൻഗ്രീഡിയന്റ് ആണ് കോജിക് ആസിഡ്. കാര്യം എന്തെന്ന് വെച്ചാൽ മറ്റുള്ള ഇൻഗ്രീഡിയന്റിനെ കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ ഹൈഡ്രോക്വിനോണിനുമായിട്ട് അടുത്ത് നിൽക്കുന്ന ഒരു ഇൻഗ്രീഡിയന്റ് ആണ് കോജിക് ആസിഡ്. ഇനി കോജിക് ആസിഡ് എന്ന് വിചാരിച്ചിട്ടായിരിക്കും പേടിക്കേണ്ട, ഇത് നമ്മുടെ സ്കിന്നിന്റെ pH-നെ ഓൾട്ടർ ചെയ്യാൻ പോകുന്നില്ല. പക്ഷെ നിങ്ങൾ പ്രഗ്നന്റ് ആണെങ്കിലോ ലാക്ടേറ്റിംഗ് ആണെങ്കിലോ നിങ്ങൾക്ക് ഒരിക്കലും കോജിക് ആസിഡ് യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പൊ നമുക്ക് ആൾട്ടർനേറ്റീവ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അസിലിക് ആസിഡ് അല്ലെങ്കിൽ ട്രാൻസാമിക് ആസിഡ്. ഇനി എത്ര പെർസെന്റേജ് വരെ കോജിക് ആസിഡ് ജനറലി നമ്മുടെ ഫേസിൽ വിത്തൗട്ട് പ്രിസ്ക്രിപ്ഷൻ യൂസ് ചെയ്യാം മെലാസ്മ മാറ്റാനായിട്ട്? 2 to 3% വരെ കോജിക് ആസിഡ് നമ്മുടെ സ്കിന്നിൽ നമുക്ക് യൂസ് ചെയ്യാം. അപ്പൊ എങ്ങനെയാണ് ഈ കോജിക് ആസിഡ് നമ്മുടെ സ്കിന്നിലോട്ട് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നത് മെലാസ്മ മാറ്റാനായിട്ട്? എങ്ങനെയാണ് ആ റൊട്ടീൻ സെറ്റപ്പ് ചെയ്യുന്നത് നോക്കാം. അതായത് ഈ ഒരു കോജിക് ആസിഡ് മാത്രമേ യൂസ് ചെയ്താൽ മതിയോ നമ്മുടെ ഈ ഒരു മെലാസ്മ മാറ്റാനായിട്ട്? പോരാ, അതൊരു പ്രോപ്പർ റൊട്ടീനായിട്ട് തന്നെ നമ്മൾ ചെയ്യണം. അപ്പൊ നമുക്ക് ആ റൊട്ടീനിലോട്ട് പോകാം. ഫേസ് വാഷ് എന്ന് തുടങ്ങാം. നിങ്ങൾക്ക് നോർമൽ ടു ഡ്രൈ സ്കിൻ ആണ്, അതല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിൻ ടൈപ്പ് അറിഞ്ഞുകൂടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന ഏതെങ്കിലും ഒരു ഫേസ് വാഷ് സെലക്ട് ചെയ്യാം. ഫസ്റ്റ് എന്ന് വെച്ചിട്ട് നമ്മുടെ സിമ്പിളിന്റെ കൈൻഡ് ടു സ്കിൻ എന്ന് പറയുന്ന ഫേസ് വാഷ്, അതല്ലെങ്കിൽ നമ്മുടെ സെറ്റാഫിലിന്റെ ജെൽ ക്ലെൻസർ, അതല്ലെങ്കിൽ നമ്മുടെ മിനിമലിസ്റ്റിന്റെ ഓട്സ് ക്ലെൻസർ, അതായത് നമ്മുടെ ഡോട്ട് ആൻഡ് കീന്റെ ബാരിയർ റിപ്പയർ ക്ലെൻസർ. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മുടെ സെറാവിയുടെ ഹൈഡ്രേറ്റിംഗ് ക്ലെൻസർ ഉണ്ട്, അത് യൂസ് ചെയ്യാം. അങ്ങനെ ഏതെങ്കിലും, പിന്നെ നമ്മുടെ കോസറെക്സിന്റെ മോർണിംഗ് ലോ pH ക്ലെൻസർ നല്ല ഓപ്ഷൻസ് ആണ്. ഈ ക്ലെൻസേഴ്സിന്റെ ഒക്കെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഇത് നമ്മുടെ ഫേസിനകത്തുള്ള എന്താ പറയുന്നത് ഡേർട്ടിനെ കഴുകിക്കളയും. അധികം ഫോമിംഗ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മുടെ നാച്ചുറൽ ഓയിലിനെ സ്ട്രിപ്പ് ഔട്ട് ചെയ്യാൻ പോണില്ല. അപ്പൊ നിങ്ങൾക്ക് ഒരു നോർമൽ സ്കിൻ ആണ്, അല്ലെങ്കിൽ ഡ്രൈ സ്കിൻ ആണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിൻ ടൈപ്പ് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഏത് ഫേസ് വാഷ് വേണമെങ്കിലും നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പോകുന്നതാണ്. അതല്ല നിങ്ങൾക്ക് കറക്റ്റ് അറിയാം എൻ്റെ ഓയിലി കോമ്പിനേഷൻ ആണെങ്കിൽ നമുക്ക് ഡെഫിനറ്റ്ലി സാലിസിലിക് ആസിഡ് അടങ്ങിയ ഫേസ് വാഷുകൾ നമ്മുടെ സ്കിൻ കെയറിലോട്ട് അറിയാം. അപ്പൊ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഫേസ് വാഷസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഫസ്റ്റ് ഡെഫിനറ്റ്ലി മിനിമലിസ്റ്റിന്റെ സാലിസിലിക് ആസിഡ് ഫേസ് വാഷ്, ഫോക്സ്റ്റൈലിന്റെ സാലിസിലിക് ആസിഡ് ഫേസ് വാഷ്, ആക്നേസ്കോണിന്റെ സാലിസിലിക് ആസിഡ് ഫേസ് വാഷ്, കോസറെക്സിന്റെ സാലിസിലിക് ആസിഡ് ഫേസ് വാഷ്, സെരാവിയുടെ സാലിസിലിക് ആസിഡ് ഫേസ് വാഷ്. അങ്ങനെ ഏതെങ്കിലും ഒരു സാലിസിലിക് ആസിഡ് ഫേസ് വാഷ് നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിൻ കെയറിലോട്ട് അറിയാം. പിന്നെ ഓയിലി ആണ് പക്ഷെ അധികം ഓയിലി അല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഫസ്റ്റ് പറഞ്ഞ ഫേസ് വാഷ് മോർണിംഗും ഈ സാലിസിലിക് ആസിഡ് ഫേസ് വാഷ് നിങ്ങൾക്ക് നൈറ്റും യൂസ് ചെയ്യാവുന്നതാണ്. അപ്പൊ നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഫേസ് ക്ലെൻസ് ചെയ്ത് കഴിയും. രണ്ടാമത്തെ നമുക്ക് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് ട്രീറ്റ്മെന്റിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് കോജിക് ആസിഡ്.
പക്ഷേ കോജിക് ആസിഡ് യൂസ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു വിറ്റാമിൻ സി സിറം നിങ്ങളുടെ സ്കിൻ കെയറിലോട്ട് ആഡ് ചെയ്യാം. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞാൻ ട്രീറ്റ്മെന്റിനായിട്ടുള്ള മെയിൻ ഇൻഗ്രീഡിയൻറ്റ് മാത്രമല്ല വിറ്റാമിൻ സിയും കൂടെ പറയണത് എന്തെന്ന് വെച്ചാൽ നമുക്ക് ആന്റി ഏജിങ് ഫാക്ടർ കൂടി ഇതിനകത്തോട്ട് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് വിറ്റാമിൻ സി യൂസ് ചെയ്യുമ്പം വിറ്റാമിൻ സി നല്ലൊരു ആന്റി ഓക്സിഡന്റ് ആണ്. ഇത് നമ്മുടെ സ്കിന്നിൽ യു വി ലൈറ്റ് കാരണം ഉണ്ടാകും യു വി റേസിൽ നിന്ന് വരുന്ന ഫ്രീ റാഡിക്കൽസിനെ തടയാനായിട്ട് ഹെൽപ്പ് ചെയ്യും. യു വി എ റേസിനെ തടയുന്നല്ല, ഇത് നമ്മുടെ യു വി റേസിലും ഒരുപാട് ഫ്രീ റാഡിക്കൽസ് ഉണ്ട്. ഇത് നമ്മുടെ സ്കിൻ ബാരിയറിന് ഡാമേജ് ആയിട്ട് നമുക്ക് പിഗ്മെന്റേഷൻ വരും. അപ്പോൾ ആ ഒരു പിഗ്മെന്റേഷൻ വരാതിരിക്കാനായിട്ട് നമുക്ക് സ്കിൻ കെയറിലോട്ട് വിറ്റാമിൻ സി സിറംസ് ആഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് വിറ്റാമിൻ സി ഏതൊക്കെയാണെന്ന് വെച്ചാൽ വിഷ് കെയറിന്റെ വിറ്റാമിൻ സി സിറം, മിനിമലിസ്റ്റിന്റെ 10% വിറ്റാമിൻ സി സിറം, ഡെർമക്കോഡ് 10% വിറ്റാമിൻ സി സിറം. നമുക്ക് ഇത് മൂന്നാണ്. അല്ലെങ്കിൽ നമുക്ക് ക്ലെയറിന്റെ വിറ്റാമിൻ സി സിറം. ഇത് നാലിൽ ഏതെങ്കിലും ഒരു വിറ്റാമിൻ സി സിറം നിങ്ങളുടെ സ്കിൻ കെയറിലോട്ട് ആഡ് ചെയ്താൽ മതി. നെക്സ്റ്റ് ആണ് നമുക്ക് ട്രീറ്റ്മെന്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന സിറത്തിലോട്ട് വരുന്നത്. ഇതിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് കോജിക് ആസിഡ്. അപ്പോൾ ഏതൊക്കെ കോജിക് ആസിഡ് സിറമാണ് യൂസ് ചെയ്യേണ്ടത് നമുക്കിനി നോക്കാം. കോജിക് ആസിഡ് ആണ് മെയിൻ ആയിട്ട് നമുക്ക് ഈ ഒരു മെലാസ്മയുടെ പിഗ്മെന്റേഷൻ മാറ്റാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. പക്ഷെ അതിന് കൂടെ തന്നെ നമുക്ക് മറ്റുള്ള ഏതെങ്കിലും ഇൻഗ്രീഡിയൻറ്റും കൂടെ ആഡ് ചെയ്യാൻ പറ്റിയാൽ കുറച്ചും കൂടെ ഈ ഒരു പ്രോസസ്സ് ഫാസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അതിനുവേണ്ടി നമുക്ക് കോംപ്ലിമെന്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് ആണ് ആൽഫ ആർബിറ്റിൻ, അതുപോലെ തന്നെ ട്രാൻഎക്സാമിക് ആസിഡ്. ഇതെല്ലാം നമ്മുടെ മെലാനിൻ പ്രൊഡക്ഷൻ കൺട്രോൾ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻ്റ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഒന്നുകിൽ കോജിക് ആസിഡ് മാത്രമുള്ളവരെണ്ണം എടുക്കുക, അതല്ലെങ്കിൽ കോജിക് ആസിഡും അതുപോലെ തന്നെ ഇതും ട്രാൻഎക്സാമിക് ആസിഡ് ആൽഫ ആർബിറ്റിനും കൂടെയുള്ള സിറമും കൂടെ എടുക്കാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒറ്റ സിറത്തിലോ അല്ലെങ്കിൽ ക്രീമിലോ നിർത്തണമെങ്കിൽ നമുക്ക് ഏതൊക്കെ റെക്കമെൻഡേഷൻസ് നോക്കാം. ഫസ്റ്റ് കോജിക് ആസിഡ് മാത്രമുള്ളത് നോക്കിയാൽ ഡെർമക്കോഡ് 2% കോജിക് ആസിഡ് സിറം നല്ലൊരു ഓപ്ഷനാണ്. പിന്നെ നമ്മുടെ ഡോക്ടർ ഷെയ്ത്തിന്റെ കേസ് കോജിക് ആസിഡ് 2%, ആംബ്യൂൾ ഉണ്ട്, പിന്നെ അവരുടെ സ്പോട്ട് കറക്റ്റിംഗ് ക്രീം ഉണ്ട്. ഇതിനകത്തും കോജിക് ആസിഡ് ഉള്ളത്. പിന്നെ ഡെർമക്കോഡ് തന്നെ രണ്ട് വേറെ വേരിയന്റ് ഉണ്ട്. ജെല്ലിനകത്ത് 3% കോജിക് ആസിഡ് ഉള്ളതുകൊണ്ട് നമ്മൾ നൈറ്റിൽ മാത്രമേ യൂസ് ചെയ്യും. അതല്ല 2% കോജിക് ആസിഡ് സിറത്തിന്റെ കൂടെ അല്ലാണ്ട് വേറൊരു ക്രീം ടൈപ്പ് ഉണ്ട്. അതാണെങ്കിൽ നമുക്ക് 2 നേരം യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതല്ലാണ്ട് എക്സ്ട്രാ ആയിട്ട് കോജിക് ആസിഡിന്റെ കൂടെ വേറെ ഏതെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അസായ എന്ന് പറയുന്ന ബ്രാൻഡിനകത്ത് 2% കോജിക് ആസിഡും 1% ആൽഫ ആർബിറ്റിനും ഉണ്ട്. അല്ലെങ്കിൽ നമ്മുടെ ഹൈഫലിന്റെ അഡ്വാൻസ്ഡ് സിറത്തിനകത്ത് 3% ട്രാൻഎക്സാമിക് ആസിഡും 2% കോജിക് ആസിഡും ഉണ്ട്. അപ്പൊ ഇതിനകത്ത് ഏതെങ്കിലും എടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ എന്റെ കറന്റ് ഫേവറേറ്റ് ആയിട്ട് ഞാൻ പറയുന്നത് ഫിക്സ്റ്റേമയുടെ കോജിക് ആസിഡിന്റെ ക്രീം ഉണ്ട്. അങ്ങനെ ഇതിനകത്ത് ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിൻ കെയറിലോട്ട് ആഡ് ചെയ്യാം. അപ്പൊ ഒന്നുകിൽ നിങ്ങൾക്ക് കോജിക് ആസിഡ് മാത്രം മതിയെങ്കിൽ അത് അങ്ങനെ ഏതെങ്കിലും ഒന്ന് എടുക്കുക. അതല്ലെങ്കിൽ ഈ മൾട്ടിപ്പിൾ പ്രൊഡക്ട്സിൽ ഏതെങ്കിലും സെറംസ് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് എടുക്കാം. അപ്പൊ എന്റെ പേഴ്സണലായിട്ട് ഇപ്പൊ എന്റെ അടുത്തൊരെണ്ണം പിക്ക് ചെയ്യാൻ പറഞ്ഞു, ഞാൻ ഒന്നെങ്കിൽ ഡെർമക്കോഡ് 2% പിക്ക് ചെയ്യും. അതല്ലാന്നുണ്ടെങ്കിൽ സെക്കൻഡ് ഞാൻ എടുക്കാൻ പോകുന്നത് ഫിക്സ്റ്റേമയുടെ കോജിക് ആസിഡ് ക്രീമാണ്. തേർഡ് ആയിട്ട് ഞാൻ പിക്ക് ചെയ്യാൻ പോകുന്നത് ഡോക്ടർ ഷെയ്ത്തിന്റെ ഡെയിലി കറക്റ്റിംഗ് ക്രീമാണ്. ഇത് മൂന്നായിരിക്കും എന്റെ ടോപ്പ് 3യിൽ വരുന്നത്. പക്ഷെ ഞാൻ ഈ പറഞ്ഞ റെക്കമെൻഡേഷൻസിലുള്ള എല്ലാം നമുക്ക് നന്നായിട്ട് വർക്ക് ചെയ്യുന്നതാണ്. അപ്പൊ നമ്മൾ ഫേസ് വാഷായി, വിറ്റാമിൻ സി ആയി, കോജിക് ആസിഡ്. നെക്സ്റ്റ് നമുക്ക് സ്കിൻ കെയറിലോട്ട് വേണ്ടതാണ് മോയ്സ്ചറൈസർ. കാരണം ഇതൊക്കെ ചെയ്താലും നമ്മുടെ സ്കിൻ ബാരിയറിനെ പ്രൊട്ടക്ട് ചെയ്യണമെങ്കിൽ നമ്മുടെ സ്കിൻ ഹൈഡ്രേഷൻ ലോക്ക് ചെയ്ത് തന്നെ വെക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മോയ്സ്ചറൈസർ സെലക്ട് ചെയ്യുന്നത്. മോയ്സ്ചറൈസർ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. സ്കിൻ ടൈപ്പിന് അനുസരിച്ചുള്ളത്, അത് മാത്രമല്ല ഓയിലി സ്കിൻ ആണെങ്കിലും നോൺ കൊമഡോത്തനിക് ആയിട്ടുള്ള മോയ്സ്ചറൈസേഴ്സ് സെലക്ട് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ ഒരു ഇപ്പൊ ഫേസ് വാഷ് എടുത്തപ്പോൾ ഞാൻ പറഞ്ഞ ഓർമ്മയുണ്ടോ, നിങ്ങളുടെ നോർമൽ ഡ്രൈ ആണെങ്കിൽ നിങ്ങൾ ഈ ഒരു ഫേസ് വാഷ് എടുക്കാൻ. പക്ഷെ ഇവിടെ ഞാൻ അത് പറയത്തില്ല. അതിന് പകരം ഞാൻ പറയാം, നിങ്ങൾക്ക് എക്സ്ട്രീംലി ഡ്രൈ ആണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല ഡ്രൈ ആയിട്ടിരിക്കുന്ന സ്കിൻ ആണെങ്കിൽ ഞാൻ ഈ ഫസ്റ്റ് പറയുന്ന മോയ്സ്ചറൈസേഴ്സ് എടുക്കുക. അതല്ല നോർമൽ ടു ഓയിലി ആണെങ്കിൽ ഞാൻ സെക്കൻഡ് സെറ്റിൽ പറയുന്ന മോയ്സ്ചറൈസർ എടുക്കുക. അപ്പൊ ഡ്രൈ സ്കിൻകാർക്ക് അല്ലെങ്കിൽ കുറച്ച് എക്സ്ട്രീമിനേറ്റ് ഡ്രൈ സ്കിൻകാരുടെ മോയ്സ്ചറൈസേഴ്സ് നോക്കിയാൽ ഫസ്റ്റ് അവർക്ക് എടുക്കാൻ പറ്റുന്നതാണ് ഡോട്ട് ആൻഡ് ഗീയുടെ സെറമൈഡ് മോയ്സ്ചറൈസർ, റിക്വലിന്റെ സെറമൈഡ് മോയ്സ്ചറൈസർ, അതല്ലെങ്കിൽ നമ്മുടെ ഹൈഫന്റെ പില്ലോ റിച്ച് ക്രീം. പിന്നെ നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ് നമ്മുടെ സെറാവിയുടെ ഡ്രൈ സ്കിൻ മോയ്സ്ചറൈസർ, സെറ്റാഫിലിന്റെ ഡ്രൈ സ്കിൻ മോയ്സ്ചറൈസേഴ്സും നമുക്ക് എടുക്കാം. ഇല്ലെങ്കിൽ സിമ്പിളിന്റെ ഹൈഡ്രേറ്റിംഗ് ലോഷൻസ് കിട്ടും ഈ 6ാമത്തായിട്ട്. ഇതിനകത്ത് ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസർ നിങ്ങളുടെ സ്കിൻ ടൈപ്പിന് അനുസരിച്ച് എടുക്കാം. അല്ലെങ്കിൽ ഡ്രൈ സ്കിൻകാർക്ക് പറ്റിയ ടോപ്പ് 10 മോയ്സ്ചറൈസേഴ്സിന്റെ റെക്കമെൻഡേഷൻസ് അവിടെ കൊടുത്തിട്ടുണ്ട്. അതിലേതെങ്കിലും ഒരു മോയ്സ്ചറൈസേഴ്സും നിങ്ങൾക്ക് പിക്ക് ചെയ്യാം. അടുത്തത് നിങ്ങൾ നോർമൽ ടു ഓയിലി സ്കിൻ ആണ് എന്നുണ്ടെങ്കിൽ ഞാൻ അടുത്ത സെറ്റിലുള്ള മോയ്സ്ചറൈസേഴ്സ് വെക്കാം. പ്രത്യേകിച്ച് നിങ്ങളുടെ എക്സ്ട്രീംലി ഓയിലി സ്കിൻ ആണെങ്കിൽ നിങ്ങൾ പ്ലമ്മിന്റെ 2% നയാസിനമൈഡ് മോയ്സ്ചറൈസർ, ഫോർമുല റെക്സിന്റെ ഹൈഡ്രാവെയിൽ മോയ്സ്ചറൈസർ, അതല്ലെങ്കിൽ നമ്മുടെ ഫോക്സ്റ്റെയിലിന്റെ അക്വാമെറിൻ മോയ്സ്ചറൈസർ, അതല്ലെങ്കിൽ നമ്മുടെ റിക്വലിന്റെ ഓയിൽ ഫ്രീ മോയ്സ്ചറൈസറും നല്ലൊരു ഓപ്ഷനാണ്. പിന്നെ നെക്സ്റ്റ് ഓപ്ഷനിലോട്ട് നമുക്ക് വരികയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ എന്തായാലും നിങ്ങൾക്ക് നോർമലായിട്ട് കുറച്ച് മോയ്സ്ചറൈസേഴ്സ് എടുക്കണമെന്നുണ്ടെങ്കിൽ പ്ലമ്മിന്റെ ഗ്രീൻ ടീ മോയ്സ്ചറൈസർ നല്ലൊരു ഓപ്ഷനാണ്. അതല്ലെങ്കിൽ നമുക്കൊന്നും കൂടെ കോജിക് ആസിഡിന്റെ
ജസ്റ്റ് എന്താ പറയുക കോജിക് ആസിഡും കൂടി യൂസ് ചെയ്യാം എന്നും പറഞ്ഞിട്ട് നമുക്കൊരു ക്രീമിന്റെ ബേസിൽ നമുക്ക് അത്രയും പെനിട്രേഷൻ കിട്ടത്തില്ല. അപ്പൊ ടോപ്പ് ലെയറിൽ നിൽക്കുന്ന ഒരു മോയ്സ്ചറൈസർ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഡോക്ടർ ഷെയ്ത്തിന്റെ കോജിക് ആസിഡ് മോയ്സ്ചറൈസർ. അത് നല്ലൊരു ഓപ്ഷനാണ്. ഓയിൽ ഫ്രീ ഫോർമുലേഷൻ ആണ്, അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് അസലിക് ആസിഡ് അടങ്ങിയ ഒരു മോയ്സ്ചറൈസർ കോൺഷ്യസ് കെമിസ്ട്രി ഉണ്ട്, അത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇങ്ങനെ ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസേഴ്സ് നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിൻ കെയറിലോട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്കിൻ ഹൈഡ്രേഷനും കഴിഞ്ഞു. ലാസ്റ്റ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പാണ് സൺ പ്രൊട്ടക്ഷൻ. സൺ പ്രൊട്ടക്ഷന് വേണ്ടി നമ്മൾ സൺസ്ക്രീൻ സെലക്ട് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഏതൊക്കെയാണോ നമ്മൾ ആദ്യമേ പറഞ്ഞ കാര്യങ്ങൾ എപ്പോഴും മനസ്സിലാക്കുക. നമ്മുടെ സ്കിൻ ടൈപ്പിനനുസരിച്ചിട്ടുള്ള സൺസ്ക്രീൻസ് സെലക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങൾക്ക് ടിൻറ്റഡ് സൺസ്ക്രീൻസ് ഇഷ്ടമാണെങ്കിൽ അതായിരിക്കും കുറച്ചും കൂടെ നല്ലൊരു ഓപ്ഷൻ. അഥവാ ടിൻറ്റഡ് സൺസ്ക്രീൻ ഇടുമ്പോൾ നിങ്ങൾക്കൊരു കറക്റ്റ് നമ്മുടെ സ്കിൻ ടോണിനനുസരിച്ചുള്ള ടിൻറ്റഡ് സൺസ്ക്രീൻ കിട്ടിയില്ലെങ്കിൽ അതൊരു ഗ്രേഷ് അപ്പിയറൻസിലോട്ട് വരും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള ആൾക്കാർക്കാണെങ്കിൽ ടിൻറ്റഡ് സൺസ്ക്രീൻ സ്കിപ്പ് ചെയ്യാം. അല്ലെങ്കിൽ ഡെഫിനറ്റ്ലി ടിൻറ്റഡ് സൺസ്ക്രീൻ നോക്കുക. SPF 50 PA++ ഉണ്ടോ എന്ന് നോക്കുക. പിന്നെ സിലിക്കോൺ ബേസ് ചെയ്തിട്ടുള്ള ചിലപ്പോൾ ടിൻറ്റഡ് സൺസ്ക്രീൻ ഏതൊരു സൺസ്ക്രീൻ ചിലപ്പോൾ നിങ്ങൾക്കൊന്ന് ഹെവി ആയിട്ട് തോന്നും. അപ്പം അങ്ങനത്തെ സൺസ്ക്രീൻ ഒന്ന് അവോയ്ഡ് ചെയ്യാനും ശ്രദ്ധിക്കാം. അപ്പോൾ സൺസ്ക്രീൻ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒരു നോർമലി എല്ലാ സ്കിൻകാർക്കും പറ്റുന്ന സൺസ്ക്രീൻസ് പറഞ്ഞുതരാം. എന്നിട്ട് ഓയിലി സ്കിൻകാർക്ക് ഇപ്പൊ ഈ പറയുന്ന സൺസ്ക്രീൻസ് ഡെഫിനറ്റ്ലി എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും പറ്റും. ഓയിൽക്കാർക്ക് പെർട്ടിക്കുലർലി പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫിക്സ്റ്റോമയുടെ ജെൽ സൺസ്ക്രീൻ നല്ലൊരു ഓപ്ഷനാണ്. അതല്ലെങ്കിൽ നമ്മുടെ നയാസിനമൈഡ് സൺസ്ക്രീൻ ഫ്രം വിഷ്കെയർ നല്ലൊരു ഓപ്ഷനാണ്. അല്ലെങ്കിൽ ഡോട്ട് ആൻഡ് കീയുടെ കൂളിംഗ് സൺസ്ക്രീൻസ് ഒരു ബ്ലൂ കളർ, അത് നല്ലൊരു ഓപ്ഷനാണ്. ഇത് പിന്നെ നമുക്ക് കോസറെക്സിന്റെ ഇൻവിസിബിൾ സൺസ്ക്രീൻ, ഡീകൺസ്ട്രക്റ്റിന്റെ ഇൻവിസിബിൾ സൺസ്ക്രീനും നല്ലൊരു ഓപ്ഷനാണ്. അതല്ല നിങ്ങൾക്കൊരു വേറെ കുറച്ച് സെറ്റിലോട്ട് പോകണമെങ്കിൽ നമ്മുടെ ഹൈഫന്റെ ഓൾ ഇൻ വൺ സൺസ്ക്രീൻ നല്ലൊരു ഓപ്ഷനാണ്. വിഷ്കെയറിന്റെ വിറ്റാമിൻ സി സൺസ്ക്രീൻ നല്ലൊരു ഓപ്ഷനാണ്. മിനിമലിസ്റ്റിന്റെ മൾട്ടി വിറ്റാമിൻ സൺസ്ക്രീൻ നല്ലൊരു ഓപ്ഷനാണ്. അതല്ലെങ്കിൽ നമ്മുടെ ഫോർമുല റെക്സിന്റെ സൺസ്ക്രീൻ നല്ലൊരു ഓപ്ഷനാണ്. പിന്നെ ടിൻറ്റഡ് സൺസ്ക്രീനിലോട്ട് പോകണമെങ്കിൽ ഫോർമുല റെക്സിന്റെ തന്നെ ടിൻറ്റഡ് സൺസ്ക്രീൻ ഉണ്ട്, ഡോട്ട് ആൻഡ് കീയുടെ ടിൻറ്റഡ് സൺസ്ക്രീൻ, ഹൈഫന്റെ ടിൻറ്റഡ് സൺസ്ക്രീൻ നല്ലൊരു ഓപ്ഷനാണ്. നല്ലൊരു സൺകിസ് ലുക്ക് നമുക്ക് തരും. ഇപ്പം എൻ്റെ കറണ്ട് ഒബ്സഷനാണ്. അതല്ലെങ്കിൽ നമ്മുടെ ബയോഡോമയുടെ ടിൻറ്റഡ് സൺസ്ക്രീനും നല്ലൊരു ഓപ്ഷനാണ്. അപ്പം സൺസ്ക്രീൻ വരും. അപ്പോൾ ഇപ്പം നമ്മുടെ കയ്യിൽ ഫേസ് വാഷായി, വിറ്റാമിൻ സി കോജിക് ആസിഡായി, അതുപോലെ തന്നെ മോയ്സ്ചറൈസറായി, സൺസ്ക്രീൻ, മോർണിംഗ് സ്കിൻ കെയർ റൊട്ടീൻ കഴിഞ്ഞു. ഇനി നമുക്ക് നൈറ്റ് സ്കിൻ കെയർ റൊട്ടീനിലോട്ട് പോകാം. നൈറ്റ് ടൈം സ്കിൻ കെയർ റൊട്ടീനിൽ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടതാണ് ഡബിൾ ക്ലെൻസിങ്. കാരണം എന്തെന്ന് വെച്ചാൽ മോർണിംഗിൽ നമ്മൾ നന്നായിട്ട് സൺസ്ക്രീൻ ഇട്ടതുകൊണ്ട് തന്നെ നമ്മൾ നൈറ്റിൽ ഈ ഒരു സൺസ്ക്രീൻ വാഷ് ഓഫ് ചെയ്ത് കളഞ്ഞില്ലെങ്കിൽ നമ്മുടെ സ്കിന്നിൽ ചിലപ്പോൾ പിമ്പിൾ ബ്രേക്ക്ഔട്ട്സ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് പല ആൾക്കാരും പറയുന്നത് ഞാൻ സൺസ്ക്രീൻ ഇട്ടിട്ട് എൻ്റെ മുഖത്ത് മൂക്കുരു വന്നു, മുഖം നന്നായിട്ട് ക്ലീൻ ആക്കാത്തതുകൊണ്ടാണ് ഈ ഒരു മൂക്കുരു വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് ജനറൽ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ക്ലെൻസിങ് ഓയിൽസ് നോക്കുകയാണെങ്കിൽ എർത്ത് നോൺ കോമിഡോജനിക് ക്ലെൻസിങ് ഓയിൽ, അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ആനുവയുടെ ക്ലെൻസിങ് ഓയിൽ, സ്കിൻ 1400ന്റെ ക്ലെൻസിങ് ഓയിൽ, ഫേസ് ഷോപ്പിന്റെ ക്ലെൻസിങ് ഓയിൽ, പ്ലമ്മിന്റെ തന്നെ ക്ലെൻസിങ് ഓയിൽ ഉണ്ട്. ഇതിനകത്ത് ഏതെങ്കിലും ഒരു ക്ലെൻസിങ് ഓയിൽസ് സെലക്ട് ചെയ്യുക. സിലിമാക്സിനും ക്ലെൻസിങ് ഓയിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഏതെങ്കിലും ഒരു ക്ലെൻസിങ് ഓയിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇതെല്ലാം നോൺ കോമിഡോജനിക് ആണ് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ഏതെങ്കിലും ഒരു ക്ലെൻസിങ് ഓയിൽ ഫസ്റ്റ് യൂസ് ചെയ്യുക, ദെൻ നിങ്ങളുടെ ഫേസ് വാഷ് ഫോളോ അപ്പ് ചെയ്യുക. ഫേസ് ക്ലീൻ ആയില്ലേ, ഇനി രാവിലെ യൂസ് ചെയ്ത വിറ്റാമിൻസ് യൂസ് ചെയ്യണം വേണ്ട. നമുക്കിനി യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് റെറ്റിനോൾ. കാരണം ഇത് നൈറ്റിൽ ആന്റി ഏജിങ്ങിന് ഹെൽപ്പ് ചെയ്യും, സ്കിൻ എക്സ്ഫോളിയേറ്റ് ചെയ്യാനായിട്ടും ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമുക്ക് റെറ്റിനോൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. പക്ഷേ റെറ്റിനോൾ യൂസ് ചെയ്യുമ്പോൾ ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള റെറ്റിനോളാണ് ഈ ഒരു സമയത്ത് നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള കുറച്ച് റെറ്റിനോൾസ് നോക്കിയാലോ. സിലിമാക്സിന്റെ റെറ്റിനാള്, ഫോർമുല റെക്സിന്റെ റെറ്റിനോള്, അതുപോലെ തന്നെ റിക്വലിന്റെ റെറ്റിനോള്, ഫോക്സ്റ്റൈലിന്റെ റെറ്റിനോൾ നമുക്ക് ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് ഏതെങ്കിലും ഒരു റെറ്റിനോൾ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ദെൻ നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, വീക്കിലി 7 ഡേയ്സ് റെറ്റിനോൾ യൂസ് ചെയ്തത്, വീക്കിലി 3 ടൈംസ് മാത്രമേ റെറ്റിനോൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പാടുള്ളൂ. ബിഗിനർ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് നിങ്ങൾ തലേന്ന് നിങ്ങൾ മോർണിംഗ് യൂസ് ചെയ്ത കോജിക് ആസിഡ് ഇല്ലേ, അത് അപ്ലൈ ചെയ്തിട്ട് റെറ്റിനോൾ ഇട്ട് മോയ്സ്ചറൈസ് ചെയ്ത് ഫിനിഷ് ഓഫ് ചെയ്യുക. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് മോയ്സ്ചറൈസ് ഇടുക, റെറ്റിനോൾ ഇടുക, കോജിക് ആസിഡ് ഇടുക, വീണ്ടും നിങ്ങൾക്ക് ഈ ഒരു മോയ്സ്ചറൈസർ ഇട്ട് ടോപ്പ് അപ്പ് ചെയ്യാം. എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യാൻ പറയുന്നത് വെച്ചാൽ ഇത് സാൻഡ്വിച്ച് മെത്തേഡ് എന്നാണ് പറയുന്നത്. നമ്മുടെ സ്കിന്നിനകത്ത് ലെസ് പെനിട്രേറ്റിംഗ് പെർജിങ് കുറയ്ക്കാനായിട്ട്. ഈവൻ ഈ പറഞ്ഞ 4 റെറ്റിനോൾസും പെർജിങ് തരത്തില്ലെങ്കിലും നമുക്ക് ഒരു റിസ്ക് എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ സാൻഡ്വിച്ച് മെത്തേഡ് പറഞ്ഞു തന്നത്. പക്ഷേ ഏറ്റവും എഫക്റ്റീവായിട്ട് ഞാൻ നിങ്ങൾക്ക് വർക്ക് ചെയ്യുന്നത് ഫസ്റ്റ് ഫേസ് വാഷ് ചെയ്യുക, നിങ്ങൾ രാവിലെ യൂസ് ചെയ്ത കോജിക് ആസിഡ് യൂസ് ചെയ്യുക, ദെൻ റെറ്റിനോൾ യൂസ് ചെയ്യുക, മോയ്സ്ചറൈസർ യൂസ് ചെയ്യുക. ഇതാണ് നല്ലത്. ഇനി വരുന്നൊരു കൺഫ്യൂഷനാണ്, ഞാൻ രാവിലെ യൂസ് ചെയ്ത വിറ്റാമിൻ സി സിറം എനിക്ക് റെറ്റിനോളിൻ്റെ കൂടെ യൂസ് ചെയ്യാൻ പറ്റുമോ? യൂസ് ചെയ്യാൻ പറ്റില്ല. വിറ്റാമിൻ സിയും റെറ്റിനോളും ഡിഫറെൻറ്റ് ബോട്ടിലാണെങ്കിൽ അറ്റ് എ ടൈം നമ്മൾ സ്കിൻ കെയറിൽ ആഡ് ചെയ്യത്തില്ല. അപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞില്ലേ വീക്കിലി 3 ടൈംസ് മാത്രം റെറ്റിനോൾ യൂസ് ചെയ്താൽ മതി എന്ന്. 3 ടൈംസ് അല്ലാത്ത 4 ഡേയ്സ് ഇല്ലേ, ആ ടൈമിൽ നിങ്ങൾക്ക് നൈറ്റ് വിറ്റാമിൻ സി സിറം ഫേസിൽ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പം എന്തായി,
അപ്പോൾ നമ്മൾ ആ റൊട്ടീൻ കംപ്ലീറ്റ് ആയി. ഫേസ് വാഷ് കോജിക് ആസിഡ് റെറ്റിനോൾ മോയ്സ്ചറൈസർ ഫസ്റ്റ് ഒരു 4 വീക്സ് അങ്ങനെ യൂസ് ചെയ്താൽ മതി. ദെൻ നെക്സ്റ്റ് മന്ത് ആകുമ്പോഴത്തേക്ക് ഫേസ് വാഷ് റെറ്റിനോൾ കോജിക് ആസിഡ് മോയ്സ്ചറൈസർ. അപ്പോൾ നമ്മുടെ സ്കിൻ ഒന്ന് അഡാപ്റ്റ് ആവും. അപ്പോൾ അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മുടെ ഡെയിലി ഉള്ള സ്കിൻ കെയർ റൂട്ടീൻ കംപ്ലീറ്റ്. ഇനി നമുക്ക് വീക്കിലി വൺസ് ഒരു ചെയ്യേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഗ്ലൈക്കോളിക് ആസിഡ് സിറം അല്ലെങ്കിൽ ടോണർ, ഏതോ ആയിക്കോട്ടെ. ഒന്നിൽ നമ്മുടെ മിനിമലിസ്റ്റിന്റെ ഗ്ലൈക്കോളിക് ആസിഡ് ടോണർ, കെമിസ്റ്റഡ് പ്ലേയുടെ ഗ്ലൈക്കോളിക് ആസിഡ് ടോണർ, ഡെർമക്കോയുടെ ഗ്ലൈക്കോളിക് ആസിഡ് ടോണർ, പേഴ്സണൽ ഫേവറേറ്റ് ആണ് നമ്മുടെ ഓർഡിനറിയുടെ ഗ്ലൈക്കോളിക് ആസിഡ് ടോണർ. ഇതിനകത്ത് നല്ല ഏതെങ്കിലും ഒരു ഗ്ലൈക്കോളിക് ആസിഡ് ടോണർ എടുക്കാം. വീക്കിലി വൺസ് നിങ്ങൾ റെറ്റിനോൾ യൂസ് ചെയ്യാത്ത ആ ഒരു ദിവസം വിറ്റാമിൻ സി യൂസ് ചെയ്യാൻ പറഞ്ഞില്ലേ, അതിൽ ഏതെങ്കിലും ഒരു ദിവസം എടുക്കുക. എന്നിട്ട് ആ ദിവസം നിങ്ങൾ റെറ്റിനോളും വിറ്റാമിൻ സിയും സ്കിപ്പ് ചെയ്തിട്ട് ഫേസ് വാഷ് ഗ്ലൈക്കോളിക് ആസിഡ് കോജിക് ആസിഡ് മോയ്സ്ചറൈസർ എന്ന രീതിയിൽ ചെയ്യാം. അപ്പോഴത്തേക്ക് ഗ്ലൈക്കോളിക് ആസിഡ് നമ്മുടെ സ്കിന്നെ നന്നായിട്ട് എക്സ്ഫോളിയേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമ്മുടെ വെളിയിലുള്ള ആ ഒരു പിഗ്മെന്റേഷനിൽ അത് പോകും. കോജിക് ആസിഡും റെറ്റിനോളും ഇന്നറായിട്ട് വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് റെറ്റിനോൾ ഔട്ടർ ലെയറിലുള്ള പിഗ്മെന്റേഷൻ കളയാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ എക്സ്ഫോളിയേഷൻ നടക്കും. നമ്മുടെ ഈ ഒരു ഹൈപ്പർ പിഗ്മെന്റേഷൻ പോകുന്ന പ്രോസസ്സ് ഒന്ന് ഫാസ്റ്റ് ആവുകയും ചെയ്യും. ഇൻ കേസ് 30 എബോവ് ആകുമ്പോൾ ഗ്ലൈക്കോളിക് ആസിഡ് വീക്കിൽ 2 ദിവസമൊക്കെ ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരുണ്ടാവും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വീക്കിലി 2 പ്രാവശ്യം യൂസ് ചെയ്യാം. പക്ഷെ ഒരു മന്ത് കറക്റ്റ് നിങ്ങൾ 1 വീക്ക് യൂസ് ചെയ്തിട്ട് നെക്സ്റ്റ് വീക്കിൽ ഗ്ലൈക്കോളിക് ആസിഡ് വീക്കിലി 2 പ്രാവശ്യം യൂസ് ചെയ്യും. ഇപ്പൊ ഞാൻ 2 പ്രാവശ്യം യൂസ് ചെയ്യാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് മൺഡേയും ട്യൂസ്ഡേയും അടുപ്പിച്ച് യൂസ് ചെയ്തത് 2 കൺസിക്യൂട്ടീവ് ഡേയ്സ്, അതായത് 2 അടുത്ത ദിവസങ്ങളിൽ ഒരിക്കലും ഗ്ലൈക്കോളിക് ആസിഡ് യൂസ് ചെയ്യരുത്. ഒരു ദിവസം യൂസ് ചെയ്ത് ഒരു 3 ദിവസം ഗ്യാപ്പ് എടുത്തിട്ട് അടുത്ത ദിവസം ഗ്ലൈക്കോളിക് ആസിഡ് യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യം. അതുപോലെ തന്നെ റെറ്റിനോളും ഗ്ലൈക്കോളിക് ആസിഡും അടുത്തടുത്ത ദിവസം യൂസ് ചെയ്യാത്തത് നല്ലതാണ്. അപ്പൊ റെറ്റിനോൾ യൂസ് ചെയ്തു, നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് റെറ്റിനോൾ യൂസ് ചെയ്ത് ഗ്യാപ്പ് എടുത്തു, പിന്നെ അടുത്ത ദിവസം നിങ്ങൾക്ക് ഗ്ലൈക്കോളിക് ആസിഡ് യൂസ് ചെയ്യാം. ദെൻ ഒരു ഗ്യാപ്പ് എടുത്തിട്ട് വീണ്ടും റെറ്റിനോൾ, അങ്ങനെയൊന്നും ഓൾട്ടർനേറ്റ് ഡേയ്സിൽ കോൺസിക്യൂട്ടീവ് ഡേയ്സിൽ യൂസ് ചെയ്യാതെ ഒന്ന് ഓൾട്ടർനേറ്റ് ഡേയ്സിലൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് അറേഞ്ച് ചെയ്ത് റെറ്റിനോളും ഗ്ലൈക്കോളിക് ആസിഡും കൂടെ യൂസ് ചെയ്യുന്നതാണ് നല്ലത്. വിറ്റാമിൻ സി നമുക്ക് നൈറ്റ്ലി യൂസ് ചെയ്യണമെന്ന് ഇമ്പോർട്ടൻ്റ് ഇല്ല. അപ്പോൾ വിറ്റാമിൻ സി ഗ്ലൈക്കോളിക് ആസിഡ് ഒരുമിച്ച് യൂസ് ചെയ്യാനും പാടില്ല. സോ അതനുസരിച്ചിട്ട് സ്കിൻ കെയറിലോട്ട് ആഡ് ചെയ്താൽ മതി. കൺഫ്യൂസ്ഡ് ആയില്ല എന്ന് വിചാരിക്കുന്നു. റെറ്റിനോളും ഗ്ലൈക്കോളിക് ആസിഡും വിറ്റാമിൻ സിയും കൂടെ ഒന്നുകൂടി ക്ലിയർ ചെയ്ത് തരാം. ഫസ്റ്റ് നമുക്ക് വീക്കിലി 3 ടൈംസ് മാത്രമേ റെറ്റിനോൾ യൂസ് ചെയ്യാൻ പറ്റൂ. വീക്കിലി വൺസ് ഗ്ലൈക്കോളിക് ആസിഡ്. ബാക്കിയുള്ള 3 ദിവസം വേണമെങ്കിൽ നമുക്ക് വിറ്റാമിൻ സി യൂസ് ചെയ്യാം, വേണ്ടെങ്കിൽ യൂസ് ചെയ്യണ്ട. അപ്പൊ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് റെറ്റിനോൾസ് ഗ്ലൈക്കോളിക് ആസിഡുമാണ് നൈറ്റ്. അപ്പൊ അതനുസരിച്ചിട്ട് നിങ്ങൾ ഗ്ലൈക്കോളിക് ആസിഡും റെറ്റിനോളും സ്കിൻ കെയറിലോട്ട് ആഡ് ചെയ്താൽ മതി. കാരണം ഇപ്പൊ നിങ്ങൾ മൺഡേ റെറ്റിനോൾ യൂസ് ചെയ്തു, ട്യൂസ്ഡേ നിങ്ങൾക്ക് വേണമെങ്കിൽ വിറ്റാമിൻ സി യൂസ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ തേഴ്സ്ഡേ നിങ്ങളൊന്ന് സ്കിപ്പ് ചെയ്തിട്ട് വെനസ്ഡേ നിങ്ങളൊന്ന് സ്കിപ്പ് ചെയ്തിട്ട് തേഴ്സ്ഡേ ഗ്ലൈക്കോളിക് ആസിഡ് യൂസ് ചെയ്യാം. എന്നിട്ട് തേഴ്സ്ഡേ നമ്മൾ ഗ്ലൈക്കോളിക് ആസിഡ് യൂസ് ചെയ്തല്ലോ, എന്നിട്ട് നിങ്ങൾക്ക് ഫ്രൈഡേ വീണ്ടും വിറ്റാമിൻ സി യൂസ് ചെയ്യുക, സാറ്റർഡേ റെറ്റിനോൾ യൂസ് ചെയ്യുക. ദെൻ അങ്ങനെ ഇപ്പൊ ആ ഒരു റൊട്ടീൻ മനസ്സിലായി. അങ്ങനെ യൂസ് ചെയ്യും. ചിലപ്പോൾ റെറ്റിനോൾ നമുക്ക് വീക്കിലി 3 ടൈംസേ കിട്ടുന്നുള്ളതായിരിക്കും, ഫസ്റ്റ് 2 ടൈംസേ കിട്ടുന്നുള്ളതായിരിക്കും ഫസ്റ്റ് ഒരു 1 മന്ത്, കുഴപ്പമില്ല. പക്ഷെ നമ്മുടെ സ്കിന്നൊന്ന് അഡാപ്റ്റ് ചെയ്യാനായിട്ടാണ് ഞാനിങ്ങനെ പറയുന്നത്. അപ്പൊ നമുക്ക് സ്കിൻ ഇറിറ്റേഷൻസ് ഉണ്ടാകത്തില്ല. ഒറ്റ കാര്യം ശ്രദ്ധിച്ചാൽ മതി, റെറ്റിനോളും ഗ്ലൈക്കോളിക് ആസിഡും അടുത്തടുത്ത് യൂസ് ചെയ്യാതിരുന്നാൽ മതി. വിറ്റാമിൻസ് 10% പിന്നെയും നമുക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റും അടുത്തടുത്ത് യൂസ് ചെയ്താൽ. പക്ഷെ റെറ്റിനോളും ഗ്ലൈക്കോളിക് ആസിഡും രണ്ടും എക്സ്ഫോളിയേറ്റിംഗ് ഏജന്റായിട്ട് അടുത്തടുത്ത ദിവസം യൂസ് ചെയ്യാത്തതാണ് നല്ലത്. അപ്പോൾ മെലാസ്മ മാറ്റുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. ഈ ഒരു റൊട്ടീൻ കംപ്ലീറ്റ് ആയിട്ട് ഫോളോ അപ്പ് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ മെലാസ്മ മാറ്റുക. എന്നിട്ട് മെലാസ്മ ആരെങ്കിലും കമന്റ് ബോക്സിൽ തിരിച്ചു വന്ന് പറയാൻ മറക്കണ്ട. ഡെഫിനറ്റ്ലി ട്രൈ ചെയ്ത് നോക്കുക ഈ ഒരു റൊട്ടീൻ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ട്യൂസ്ഡേ Q&A ലോങ് വീഡിയോ ആയിട്ട് ഷോർട്ട് വീഡിയോ ആയിട്ട് ചെയ്യാം. ഇതുപോലത്തെ സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ വീഡിയോ ആയിട്ടില്ല ട്യൂസ്ഡേയും തേഴ്സ്ഡേ സൺഡേസിലാണ് വരുന്നത്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നെക്സ്റ്റ് സൺഡേ കാണുന്നവരെ ലക്ഷ്മി സൈനിങ്.